അച്ഛനൊരിത്തിരി പുലം അച്ഛൻ കിണ്ടല് തിന്നാനായിട്ട് ഓടുത് ഗായ്സ്. ഹലോ, ഇന്നൊരു റിംഗ് ലൈറ്റിൻ്റെ സെറ്റിങ് പിന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നായിട്ട് നമ്മളൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് പൊട്ടിയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ കുറച്ച് ലേറ്റായി. അതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് എടുക്കാൻ ഞാൻ കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടിയ സാധനം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ആദ്യം പണി കിട്ടിയോണ്ട് നമ്മളിതൊന്ന് സൂക്ഷിച്ചാണ് ആദ്യമേ ഒന്ന് പൊട്ടിച്ച് നോക്കിയാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ഇത് അടിപൊളി തന്നെയാണ്. ചിലപ്പോൾ ചിലതിലൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് റീപ്ലേസ്മെൻ്റ് ഉള്ളതുകൊണ്ട് മാറ്റിയെടുക്കാമല്ലോ, അതുകൊണ്ട് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ. ആ സ്ക്രൂ ഒന്ന് ലൂസായി കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം മുകളിൽ 2 സ്ക്രൂ കൂടെ ഉണ്ട്. അത് നമുക്ക് ലൂസാക്കുമ്പോൾ ഒന്നും കൂടി പൊക്കം കൂട്ടാം. അതിൻ്റെ മുകളിൽ ഒരു സ്ക്രൂവും കൂടെ ഉണ്ട്. അത് ഒന്നും കൂടി ലൂസാക്കുമ്പോൾ നമുക്ക് അവിടെയും ഇതുപോലെ എത്ര നിങ്ങളെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഹൈറ്റ് നമുക്ക് നന്നായിട്ട് കൂട്ടാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഹൈറ്റിനെക്കാട്ടിലും ഹൈറ്റ് വരും, അത്രയും നമുക്കിത് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മുകളിലത്തെ സ്ക്രൂ ആണ്. താഴെ നമ്മൾ ഇത്രയും ഹൈറ്റിലാക്കി എടുത്തിട്ടുണ്ട്. മുകളിലത്തെ സ്ക്രൂ ഒന്ന് ലൂസാക്കുമ്പോൾ ഇതൊന്നും കുറച്ചുകൂടി പൊക്കാൻ പറ്റും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ഹൈറ്റിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ്, പലവർക്കും അറിയാമായിരിക്കും. എനിക്ക് ഇത് കിട്ടിയ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഒന്ന് തിരികെ വെക്കുമ്പോൾ കണക്ട് ചെയ്യുക. ഈ ഒരു കമ്പിക്കകത്തൊരു ക്യാപ്പും കൂടെ വരും. ഒരു കറുത്താതങ്ങ് ഇളക്കിയിട്ട് വേണം ഈ ലൈറ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ചുറ്റിയിരുന്നു, അതിനെയൊക്കെ ഒന്ന് ഞാൻ അഴിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് നന്നായിട്ട് മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആകുമ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ വെക്കുമ്പോൾ ഇളകി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമ്മളവിടെ മുറുക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമുക്കിങ്ങനെ തിരിങ്ങുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എത്രമാത്രം ടൈറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ ടൈറ്റ് ആയതിനു ശേഷം ഞാൻ താഴത്തെ മുകളിലത്തെയൊക്കെ സ്ക്രൂകൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ ഫോൺ വയ്ക്കുന്നതിന് മുന്നേ. നമ്മുടെ ഫോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പോൾ തറയിലൊന്നും വീണ് പൊട്ടാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ സ്ക്രൂകളും നമ്മൾ ആദ്യമേ മര്യാദയ്ക്കൊന്ന് ടൈറ്റാണോ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഫോൺ വെക്കാനുള്ള ഇതാണ് വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ 2 സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് സ്റ്റാൻഡ്, ഇതാണ് ഫോൺ വെക്കുക. ഇതിലാണ് നമ്മൾ ഫോൺ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊന്ന് മുറുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുറുകിയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇത് വെച്ചതെന്ന് വെച്ചാൽ ഈ ലൈറ്റ് വെക്കുന്നതിൻ്റെ അടിയിലാണ് ഈ സ്ക്രൂ വെച്ച് കൊടുത്തത് കേട്ടോ. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ യൂട്യൂബിലൊന്നും നോക്കാണ്ടായിരുന്നു അപ്പോൾ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല ഇത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സ്ക്രൂ ഈ ലൈറ്റിൻ്റെ മുകളിലൂടെയാണ് ഞാൻ ഈ മണ്ടയിലിരിക്കുന്ന വെച്ച് കൊടുത്തത്. അപ്പോൾ അത്രയും ടൈറ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ സ്ക്രൂവിൻ്റെ ഈ ലൈറ്റിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ അവിടെ ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വരും. അപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് നന്നായിട്ട് ഇറുകിയിരിക്കുള്ളൂ കേട്ടോ. മറ്റേതെൻ്റെ ഫോൺ വെച്ച് കൊടുക്കുമ്പോൾ ഫോണിൻ്റെ വെയിറ്റും കൂടെ കൊണ്ട് ഇങ്ങനെ താന്ന് വരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ ഒരു തരത്തിലും താന്നൊന്നും പോയില്ല, നല്ല മര്യാദയ്ക്ക് സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിൻ്റെ സൈഡിലൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോണിൻ്റെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ആ സ്ക്രൂ ലൂസാക്കിയിട്ട് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫോൺ ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാനും പറ്റും.
ഫോണിൽ വെറുതെ കിടന്ന് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, മര്യാദയ്ക്ക് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ടൈറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ടൈറ്റുണ്ട്. നമ്മൾ ഫോണൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോൺ വയ്ക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. മര്യാദയ്ക്കാണോ ഇരിക്കുന്നത്, ലൂസൊന്നും അല്ലാത്ത രീതിയിൽ വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊരു അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുക. ഫോണിൻ്റെ ഏതെങ്കിലും അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ആ ഓണിൽ ഞെക്കുക. അതിനുശേഷം നടുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് കളറുകൾ മാറ്റാം. പിന്നെ പ്ലസും മൈനസും ഉണ്ട് കേട്ടോ. അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് എത്ര ബ്രൈറ്റ്നസ് വേണോ അതനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.